നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. ദേശീയപാത മുരിങ്ങൂരിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. പാലിയേക്കരയിലെ ടോൾ പിരിവ് പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ഹൈക്കോടതി വിധി നാളെ. മണ്ണുത്തി വടക്കുംചേരി ദേശീയപാതയുടെ നിലവിലെ അവസ്ഥ സംബന്ധിച്ച് സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ ജില്ലാ കളക്ടർക്ക് ഹൈക്കോടതി നിർദ്ദേശം. 16-കാരിയെ പീഡിപ്പിച്ച കേസിൽ വയോധികന് 63 വർഷം കഠിന തടവും 3,15,000 രൂപ പിഴയും ശിക്ഷ. പെങ്ങാമുക്ക് സ്വദേശി അബൂബക്കറിനെയാണ് കുന്നംകുളം അതിവേഗ പോക്സോ കോടതി ശിക്ഷിച്ചത്. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. അടുത്ത മാസം 28-ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കും. ആദ്യഘട്ടത്തിൽ പ്രവേശനം അനുവദിക്കുക 1 ദിവസം 500 പേർക്ക്. മലക്കപ്പാറയിൽ വീണ്ടും കബാലി ഇറങ്ങി ഗതാഗതം തടസ്സപ്പെടുത്തി. മരം റോഡിൽ മറിച്ചിട്ടാണ് 2 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുത്തിയത്. CPM നേതാവ് KJ ഷൈനെതിരെയുള്ള അപവാദ പ്രചരണം. ചാവക്കാട് നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർ KV സത്താറിനെതിരെ പോലീസ് കേസെടുത്തു. അഴീക്കോട് അനധികൃത മത്സ്യബന്ധനം നടത്തിയ 7 വള്ളങ്ങൾ പിടികൂടി. കളർ കോഡിംഗ് ഇല്ലാതെ കടലിലിറങ്ങിയ വള്ളങ്ങളാണ് പിടികൂടിയത്. കാണിപ്പയ്യൂരിൽ മദ്യലഹരിയിൽ ഓടിച്ച കാറിടിച്ച അപകടം. കാറിൽ നിന്ന് മദ്യക്കുപ്പികളും പാൻ മസാലയും കണ്ടെടുത്തു. കയ്പമംഗലം 3 പീടികയിൽ ഓടിക്കൊണ്ടിരുന്ന പിക്കപ്പ് വാനിന്റെ ടയർ ഊരിത്തെരിച്ചു. വാർത്തകളിലേക്ക് വിശദമായി. പാലിയേക്കര ടോൾ പിരിവ് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ നിർണായക തീരുമാനം വ്യാഴാഴ്ച വരാനിരിക്കെ സുരക്ഷാ ഭീഷണിയിൽ ദേശീയപാതയിലെ മുരിങ്ങൂർ അടിപ്പാത പ്രദേശം. തിങ്കളാഴ്ച പുലർച്ചെ മണ്ണിടിഞ്ഞ് സർവീസ് റോഡ് തകർന്ന ഭാഗത്ത് അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും ഇവിടെ പൂർണ്ണമായ സുരക്ഷ ഒരുക്കാനായിട്ടില്ല. സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിന്റെ അടിത്തറയ്ക്കായി കുഴിച്ച ഭാഗത്താണ് 20 മീറ്റർ നീളത്തിൽ മണ്ണിടിഞ്ഞത്. ഇതോടെ സർവീസ് റോഡ് ഇടിഞ്ഞു പോവുകയായിരുന്നു. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു തിങ്കളാഴ്ച കേസ് പരിഗണിച്ച ഹൈക്കോടതി ടോൾ പിരിവ് നിരോധനം വ്യാഴാഴ്ച വരെ തുടരാൻ ഉത്തരവിട്ടത്. ഇതിനിടയിൽ മണ്ണിടിഞ്ഞ അടിഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിലും 300ഓളം മീറ്റർ നീളത്തിൽ ഭീഷണി നിലനിൽക്കുന്നു. മഴ തുടരുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നത്. ഇതിനിടെ ഗതാഗത സ്തംഭനം തുടരുകയും ചെയ്യുന്നു. എറണാകുളം തൃശൂർ റൂട്ടിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. അന്നു മുതൽ ആരംഭിച്ച ഗതാഗതക്കുരുക്ക് ഇപ്പോഴും തുടരുകയാണ്. TCV ന്യൂസ്, ചാലക്കുടി. മണ്ണുത്തി വടക്കുംചേരി ദേശീയപാതയുടെ നിലവിലെ അവസ്ഥയെ സംബന്ധിച്ച് സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ ജില്ലാ കളക്ടറോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ജസ്റ്റിസ് വിജു എബ്രഹാമിന്റെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. അടിപ്പാതകളുടെ പണി നടക്കുന്നത് മൂലമുള്ള ഗതാഗതക്കുരുക്ക് മൂലം പന്നിയങ്കര ടോൾ താൽക്കാലികമായി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്താണ് ഹൈക്കോടതിയെ സമീപിച്ചത്. 16 വയസ്സുകാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ പെങ്ങാമുക്ക് സ്വദേശിയായ 61-കാരന് 63 വർഷം കഠിന തടവും 3,15,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ഇല്ലത്തയിൽ വീട്ടിൽ അബൂബക്കറിനെയാണ് കുന്നംകുളം അതിവേഗ പോക്സോ കോടതി ശിക്ഷിച്ചത്. 2004-ലായിരുന്നു കേസിനാസ്പദമായ സംഭവം. പ്രതി താമസിച്ചിരുന്ന വാടക ക്വാർട്ടേഴ്സിൽ വെച്ച് പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്നും വധഭീഷണി മുഴക്കിയെന്നുമാണ് കേസ്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KS ബിനോയ്, KN അശ്വതി എന്നിവർ കോടതിയിൽ ഹാജരായി. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. അടുത്ത മാസം 28-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. കടമ്പകളേറെ കടന്ന് 3 പതിറ്റാണ്ട് നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് തുറക്കുന്നത്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ പ്രതീക്ഷകളുമേറെ. മൃഗങ്ങളെ സ്വാഭാവിക പരിസരങ്ങളിൽ കാണാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ രീതിയിലുള്ള ഏഷ്യയിലെ തന്നെ മികച്ച മൃഗശാലയാണ് പുത്തൂരിൽ ഒരുങ്ങിയിരിക്കുന്നത്. മുൻ വർഷങ്ങളിൽ ലഭ്യമായ സംസ്ഥാന ബജറ്റ് വിഹിതത്തിന് പുറമെ കിഫ്ബിയിൽ നിന്ന് 331 കോടി രൂപയും ഉപയോഗിച്ചാണ് പാർക്ക് പൂർത്തിയായത്. പുത്തൂർ പഞ്ചായത്തിലെ കുരിശുമൂലിയിൽ വനം വകുപ്പിന്റെ 336 ഏക്കർ റിസർവ് വനമേഖലയാണ് പാർക്കിന് ഉപയോഗിച്ചത്. എല്ലാ ഭൂഖണ്ഡങ്ങളിലെയും മൃഗങ്ങളെ വീഡിയോയിൽ കാണാൻ കഴിയുന്ന ഹോളോഗ്രാം വെർച്വൽ പാർക്കിന്റെ നിർമ്മാണം ഉടനെ ആരംഭിക്കും. ഒക്ടോബർ 28-ന് ഉദ്ഘാടനം കഴിഞ്ഞാൽ പിറ്റേന്ന് മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവേശനം അനുവദിക്കും. ഇമെയിൽ രജിസ്ട്രേഷൻ വഴിയായിരിക്കും ഇത്. ആദ്യം സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കാണ് പരിഗണന. ജനപ്രതിനിധികൾ, മാധ്യമപ്രവർത്തകർ, സാമൂഹ്യ സംഘടനാ പ്രതിനിധികൾ എന്നിവർക്ക് ആദ്യ 2 മാസം മുൻഗണനയുണ്ട്. ആളുകളെ പ്രവേശിപ്പിക്കുന്നതിനും മറ്റും ജീവനക്കാർക്ക് പരിശീലനം നൽകും. തുടക്കത്തിൽ 500 പേരെ വീതമാണ് അനുവദിക്കുക. അടുത്ത ദിവസങ്ങളിൽ എണ്ണം ഇരട്ടിയാക്കും. KSRTCയുടെ ഇലക്ട്രിക് ബസ് സേവനം സന്ദർശകർക്ക് ലഭിക്കും. ജനുവരി മുതൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം നൽകി തുടങ്ങുന്ന രീതിയിൽ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കും. ന്യൂസ് ഡെസ്ക്, TCV. മലക്കപ്പാറയിൽ വീണ്ടും കബാലി റോഡിലിറങ്ങി വാഹന ഗതാഗതം തടസ്സപ്പെടുത്തി.
അമ്പലപ്പാറയിൽ മരം റോഡിൽ മറിച്ചിട്ടാണ് 2 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടത്. KSRTC സ്വകാര്യ ബസ്സുകളടക്കം 50ഓളം വാഹനങ്ങളാണ് ഇത്രയും നേരം നിശ്ചലമായി കിടന്നത്. ഷോളയാർ റേഞ്ച് ഓഫീസിൽ നിന്നും വനപാലകർ സ്ഥലത്തെത്തി ആനയെ കാട്ടിലേക്ക് തിരിച്ചയച്ചു. ഏതാനും ദിവസം മുൻപ് ഷോളയാറിലും ഇത്തരത്തിൽ കബാലി വാഹനങ്ങൾ തടഞ്ഞിട്ടിരുന്നു. CPM നേതാവ് KJ ഷൈനെതിരെ ചാവക്കാട് നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർ സമൂഹ മാധ്യമങ്ങളിലൂടെ അപവാദ പ്രചരണം നടത്തിയെന്നാരോപിച്ച് പോലീസിൽ പരാതി. 9ാം വാർഡ് കൗൺസിലർ KV സത്താറിനെതിരെയാണ് പരാതി. മഹിളാ അസോസിയേഷൻ മേഖലാ സെക്രട്ടറി MB രാജലക്ഷ്മിയാണ് ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. അഴീക്കോട് അനധികൃത മത്സ്യബന്ധനം നടത്തിയ 7 വള്ളങ്ങൾ പിടികൂടി. ഫിഷറീസ്, കോസ്റ്റൽ പോലീസ്, മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ സംയുക്തമായി നടത്തിയ കോമ്പിംഗ് ഓപ്പറേഷനിലാണ് വള്ളങ്ങൾ പിടികൂടിയത്. ചെറുമത്സ്യങ്ങൾ പിടിച്ചതിനും പെയർ ട്രോളിംഗ് നടത്തിയതിനുമാണ് നടപടി. നിയമാനുസൃതം കളർ കോഡിംഗ് ഇല്ലാതെയാണ് വള്ളങ്ങൾ കടലിലിറങ്ങിയതെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. പിടിച്ചെടുത്ത ചെറുമത്സ്യങ്ങൾ പിന്നീട് പുറം കടലിൽ ഒഴുക്കിക്കളഞ്ഞു. വരും ദിവസങ്ങളിൽ മിന്നൽ പരിശോധനകൾ തുടരുമെന്ന് തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തന്നൂരാൻ അറിയിച്ചു. കാണിപ്പയ്യൂരിൽ മദ്യലഹരിയിൽ ഓടിച്ച കാർ ഇടിച്ച അപകടത്തിൽ ആർക്കും പരിക്കില്ല. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലായിരുന്നു അപകടം. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. തൃശൂർ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വന്നിരുന്ന കാറാണ് എതിർദിശയിൽ വന്നിരുന്ന കാറിലിടിച്ചത്. കേച്ചേരി സ്വദേശി സുരേഷാണ് കാർ ഓടിച്ചിരുന്നത്. ഇയാളുടെ കാറിൽ നിന്ന് വിദേശ മദ്യക്കുപ്പികളും പാൻ മസാലയും കണ്ടെടുത്തു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി അപകടത്തിനിടയാക്കിയ കാർ ഡ്രൈവർ സുരേഷിനെ കസ്റ്റഡിയിലെടുത്തു. ദേശീയപാത കയ്പമംഗലം 3 പീടികയിൽ ഓടിക്കൊണ്ടിരുന്ന പിക്കപ്പ് വാനിന്റെ ടയർ ഊരിത്തെറിച്ച അപകടം. 3 പീടിക സെന്ററിൽ സലാല മൊബൈൽ ഷോപ്പിന് മുന്നിലാണ് അപകടമുണ്ടായത്. എറണാകുളം ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോയിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഇടതുഭാഗത്തെ ടയറാണ് ഊരി വീണത്. പെട്ടെന്ന് തന്നെ വാഹനം നിയന്ത്രിച്ചു നിർത്താൻ കഴിഞ്ഞതിനാൽ വൻ അപകടം ഒഴിവായി. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവത്തിനിടെ വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടി. ഒരാൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റ വിദ്യാർത്ഥിയെ വടക്കാഞ്ചേരി ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് റോഡിൽ നിയമം തെറ്റിച്ചു വന്ന പോലീസ് ജീപ്പ് ഉണ്ടാക്കിയ ഗതാഗത കുരുക്കിന് എതിർദിശയിൽ വന്ന ബസ്സിന് പിഴ ചുമത്തിയതായി പരാതി. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് മൂലം ഒറ്റവരിയായാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ 5:30 നിയമം തെറ്റിച്ചു വന്ന ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലെ ജീപ്പ് ഗതാഗത കുരുക്കുണ്ടാക്കുകയായിരുന്നു. എന്നാൽ ശരിയായ ദിശയിൽ വന്ന ബസ്സിന് പിഴ ഈടാക്കിയതായാണ് ആരോപണം. ഈ സമയം തൃശൂർക്ക് പോവുകയായിരുന്ന അലീനാസ് ബസ്സിനാണ് പിഴ ഈടാക്കിയിരിക്കുന്നത്. ബസ്സിലെ ക്യാമറയിൽ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം പരാതി നൽകുമെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു. എരുമപ്പെട്ടി തയ്യൂരിൽ തെരുവ് നായ്ക്കൾ കോഴികളെ കടിച്ചുകൊന്നു. തയ്യൂർ പൂക്കുന്നത്ത് അൻസാറിന്റെ വീട്ടിൽ വളർത്തുന്ന 35 കോഴികളെയാണ് കടിച്ചുകൊന്നത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം. അൻസാറും കുടുംബവും പുറത്തുപോയിരുന്ന സമയത്താണ് തെരുവ് നായ്ക്കൾ കോഴികളെ ആക്രമിച്ചത്. പ്രദേശത്ത് തെരുവ് നായ്ക്കളുടെ ആക്രമണം അതിരൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. പേരാമംഗലത്ത് ഫ്ളാറ്റിൽ യുവതിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതിക്കായ അന്വേഷണം ഊർജിതമാക്കി. കൈപ്പറമ്പ് സ്വദേശി മാർട്ടിനായാണ് അന്വേഷണം തുടരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഫ്ളാറ്റിൽ ഒപ്പം താമസിച്ചിരുന്ന മുളങ്കുന്നത്തുകാവ് സ്വദേശിനിയായ യുവതിയെ മാർട്ടിൻ ആക്രമിച്ചത്. കൊച്ചിയിൽ ഫ്ളാറ്റിൽ യുവതിയെ പീഡിപ്പിച്ച സംഭവത്തിലും മാർട്ടിൻ പ്രതിയാണ്. ഭൂട്ടാനിൽ നിന്ന് കടത്തിയ ആഡംബര കാറുകൾ വാങ്ങിയ സംഭവത്തിൽ പിടിച്ചെടുത്ത വാഹനങ്ങൾ ഉടമകൾക്ക് തന്നെ വിട്ടുകൊടുക്കാൻ കസ്റ്റംസ്. എന്നാൽ നിയമ നടപടികൾ അവസാനിക്കും വരെ ഉപയോഗിക്കാൻ അനുവദിക്കില്ല. കുറ്റം തെളിഞ്ഞാൽ വാഹനങ്ങൾ കണ്ടുകെട്ടും. വാഹനങ്ങളുടെ കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ ഉടമകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓപ്പറേഷൻ നുങ്കോറിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം പാലിയേക്കരയിലെ കാർ സർവീസ് സെന്ററിൽ കസ്റ്റംസ് പരിശോധന നടത്തിയിരുന്നു. കസ്റ്റംസ് നടത്തിയ പരിശോധനയിൽ സിനിമാ നടന്മാരുടെ അടക്കം 37 വാഹനങ്ങൾ പിടിച്ചെടുത്തു. ബഹിരാകാശത്തെ പള്ളിക്കുട മുറ്റത്തെത്തിച്ച് ISROയുടെ സഞ്ചരിക്കുന്ന ബഹിരാകാശ വിജ്ഞാന ലോകം. മംഗൾയാനെയും ചന്ദ്രയാനെയും കണ്ടറിഞ്ഞ് വിദ്യാർത്ഥിക്കൂട്ടം. ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യയുടെ അഭിമാനമായ ISROയെക്കുറിച്ചും ആർജിച്ച നേട്ടങ്ങളെക്കുറിച്ചും നിമിഷനേരം കൊണ്ട് മനസ്സിലാക്കാൻ വിദ്യാർത്ഥികൾക്കൊരവസരം. അതാണ് ISROയുടെ സഞ്ചരിക്കുന്ന ബഹിരാകാശം അഥവാ സ്പേസ് ഓഫ് വീൽസ്. ഒറ്റനോട്ടത്തിൽ ഒരു ടൂറിസ്റ്റ് ബസ്സാണെന്ന് തോന്നിക്കുമെങ്കിലും ഇവ നിറയെ വിജ്ഞാനമാണ്.
ISRO നടത്തിയ ബഹിരാകാശ ഗവേഷണ നേട്ടങ്ങളും വിക്ഷേപണങ്ങളും അവയ്ക്കുപയോഗിക്കുന്ന റോക്കറ്റും അവയുടെ പ്രധാന ഭാഗങ്ങളുമെല്ലാം ചെറുമാതൃകകളായും അല്ലാതെയും ഇതിലുണ്ട്. സൗരയൂഥത്തിൽ തുടങ്ങി ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യമായ മംഗൾയാനും ചന്ദ്രദൗത്യ പേടകമായ ചന്ദ്രയാനുമെല്ലാം കുഞ്ഞൻ മാതൃകകളായി കുട്ടികൾക്ക് മുന്നിൽ കൗതുകത്തിനൊപ്പം വിജ്ഞാനവും പകരുന്ന കാഴ്ചകളായി. ഇങ്ങനെ കലാലയമുറ്റത്തെത്തിയ കൗതുക വണ്ടിയെ ആശ്ചര്യപൂർവ്വം കണ്ടാസ്വദിക്കുകയായിരുന്നു തൃശൂരിലെ കുഞ്ഞു ക്ലാസ്സിലെ കുരുന്നുകൂട്ടങ്ങൾ. നാസ സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ സ്പേസ് ആപ്സ് ചലഞ്ചിന്റെ ഭാഗമായി ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജാണ് ISROയുടെ ബഹിരാകാശ വിജ്ഞാന വാഹനത്തെ തൃശൂരിലെത്തിച്ചത്. വാഹനം സന്ദർശിക്കുന്ന കുട്ടിക്കൂട്ടുകാർക്ക് കണ്ടറിവിനൊപ്പം പ്രദർശന വസ്തുക്കളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് കോളേജിലെ തന്നെ ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ്. ഇതിന് നേതൃത്വം നൽകി അധ്യാപകരും ഒപ്പമുണ്ട്. ഷൊർണൂരിൽ നിന്ന് ആരംഭിച്ച വിജ്ഞാന പ്രദർശന സഞ്ചാരം സാംസ്കാരിക നഗരിയിലെത്തി. സെന്റ് മേരീസ് ലൂർദ് സ്കൂളിലെ പ്രദർശനത്തിൽ വിവിധ സ്കൂളുകളിൽ നിന്ന് നിരവധി വിദ്യാർത്ഥികളാണ് എത്തിയത്. വ്യാഴാഴ്ച സേക്രഡ് ഹാർട്ട് സ്കൂളിലെത്തി വിജ്ഞാന വണ്ടിയുടെ ബഹിരാകാശ പ്രദർശന ദൗത്യവും പര്യവസാനിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ ആനുവൽ സ്പേസ് ഹാക്കത്തോണിന്റെ ഭാഗമായുള്ള നാസയുടെ സ്പേസ് ആപ്സ് ചലഞ്ച് ഒക്ടോബർ 4-5 തീയതികളിലായി ചെറുതുരുത്തി ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കും. TCV തൃശൂർ. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ KSRTCക്ക് താൽക്കാലിക ബസ് സ്റ്റാൻഡ് അനുവദിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ രംഗത്ത്. KSRTC സ്റ്റാൻഡ് പുതുക്കി പണിയുന്നതിന്റെ ഭാഗമായാണ് പുതിയ നീക്കം നടക്കുന്നത്. ശക്തൻ സ്റ്റാൻഡിൽ ഇപ്പോൾ തന്നെ മുഴുവൻ സ്വകാര്യ ബസ്സുകളെയും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ജില്ലാ കളക്ടർക്ക് കത്ത് നൽകിയതായി പ്രസിഡന്റ് MS പ്രേംകുമാർ, ജനറൽ സെക്രട്ടറി KK സേതുമാധവൻ എന്നിവർ അറിയിച്ചു. CPI നേതാവ് ഷീല വിജയകുമാറിനെ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗമായി നിയമിച്ചു. നേരത്തെ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. KR നാരായണൻ സ്മാരക മന്ദിരം അത്താണി സെന്റർ. ഹാൾ മിതമായ നിരക്കിൽ വാടകയ്ക്ക്. 4000 സ്ക്വയർ ഫീറ്റിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മനോഹരമായ ഹാൾ. തൊട്ടുതാഴെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും AC non-AC റൂമുകൾ, ലിഫ്റ്റ് ആൻഡ് ജനറേറ്റർ സൗകര്യം, താഴെ ബാങ്ക്, വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം. തൃശൂർ മെഡിക്കൽ കോളേജ്, വ്യാസ കോളേജ്, ഹയർ സെക്കൻഡറി സ്കൂളുകൾ എന്നിവ സമീപം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. ഗവേഷണത്തോടുകൂടിയ പഠനവും സാമൂഹിക ഇടപെടലും ലക്ഷ്യമിട്ട് തൃശൂർ വിമല കോളേജിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനവും കോളേജ് മാഗസിന്റെ പ്രകാശനവും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ബീന ജോസ് അധ്യക്ഷത വഹിച്ചു. ബയോഡൈവേഴ്സിറ്റി ബോർഡ് മുൻ ചെയർമാൻ ഡോക്ടർ C ജോർജ് തോമസ്, കോ ഇൻവെസ്റ്റിഗേറ്റർമാരായ നജീമ ഉണ്ണിക്കാമു, ഡോക്ടർ വീണ ഗോപാലൻ, സ്റ്റാഫ് എഡിറ്റർ ഡോക്ടർ നിഷ ഫ്രാൻസിസ്, സ്റ്റുഡന്റ് എഡിറ്റർ K ശ്രീലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. 5 കോളേജുകളിൽ നിന്നുള്ള 100 സയൻസ് വിദ്യാർത്ഥികളാണ് 3 വർഷം ദൈർഘ്യമുള്ള കേന്ദ്ര സർക്കാർ പ്രോജക്റ്റിൽ ഭാഗവാക്കാക്കുന്നത്. Management, environment pollution, research oriented learning. Principal investigator Dr. Sister Sylvie Matthew ഇവർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നടത്തപ്പെടുന്നുണ്ട്. മാഗസിൻ ഈ രൂപത്തിൽ ശ്രീലക്ഷ്മി, എഡിറ്റോറിയൽ ബോർഡ് മെമ്പർ. അപൂർവ രോഗം ബാധിച്ച് മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്കൊരുങ്ങുന്ന 12ഉം 7ഉം വയസ്സുള്ള സഹോദരങ്ങൾ ചികിത്സയ്ക്കായി സഹായം തേടുന്നു. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ ചെമ്മന്തിട്ട കളിയെടുത്ത് മനോജ് സുധാ ദമ്പതികളുടെ മക്കളായ അവനിക, ആയുഷ് എന്നിവരുടെ ശസ്ത്രക്രിയയ്ക്കാണ് കുടുംബം സഹായം തേടുന്നത്. തൃശൂർ മെഡിക്കൽ കോളേജിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും നടത്തിയ പരിശോധനയിലുമാണ് ഇരുവർക്കും രോഗം സ്ഥിരീകരിച്ചത്. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മാത്രമാണ് ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനായി ഒരാൾക്ക് 60 ലക്ഷം രൂപയാണ് ചിലവ് വരുന്നത്. രണ്ടുപേരുടെയും ശസ്ത്രക്രിയയ്ക്കായി 1,20 ലക്ഷം രൂപ വേണ്ടിവരും. ഇനിയിപ്പോ മജ്ജ മാറ്റിവെക്കൽ മാത്രമേ പോം വഴിയുള്ളൂ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായിട്ട്. കുട്ടിയുടെ കിഡ്നി, ലിവർ ഒക്കെ അസുഖം ബാധിച്ചു. ഇനി നമ്മൾ ചികിത്സ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ ജീവന് തന്നെ ആപത്താണ്. മകന് അതുപോലെ 2-3 വർഷമായി അവന് പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു പോകുന്ന ഒരു അസുഖമാണ്. അപ്പോൾ അവനും ഭാവിയിൽ മോളെ പോലെ അവയവങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവനും മജ്ജ മാറ്റി വയ്ക്കണം. മോളുടെ അവസ്ഥ ഇപ്പം ഇത്തിരി ബുദ്ധിമുട്ടിലാണ്. എത്രയും പെട്ടെന്ന് അവൾക്ക് ചെയ്യണം.
ചൂണ്ടൽ ലേഡി ഇമാക്കുലേറ്റ് സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അവനിക. അസുഖത്തെ തുടർന്ന് 1 വർഷമായി സ്കൂളിൽ പോകുന്നില്ല. മരത്തങ്കോട് MGLP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആയുഷ്. 7 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അവനികയ്ക്ക് രോഗം ബാധിച്ചതായി കണ്ടെത്തിയത്. ശരീരത്തിന്റെ വളർച്ച നിലയ്ക്കുകയും കൈകാലുകൾ ശോഷിച്ച് വയർവീർത്ത് നിൽക്കുന്ന അവസ്ഥയാണ് കുട്ടിക്കുള്ളത്. അസഹ്യമായ വേദനയും അനുഭവിക്കുന്നുണ്ട്. പ്രതിരോധശേഷി കുറവായതിനാൽ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി മാസത്തിൽ 1 ഇഞ്ചക്ഷനും എടുക്കണം. രോഗം ആന്തരികാവയവങ്ങളെയും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്നാണ് വിദഗ്ധരായ ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നത്. ആയുഷിന്റെയും അവസ്ഥ സമാനമാണ്. 2 പേരുടെയും ശസ്ത്രക്രിയയ്ക്കും ചികിത്സയ്ക്കും വരുന്ന ഭീമമായ തുക കണ്ടെത്താൻ വെൽഡിംഗ് തൊഴിലാളിയായ മനോജിന് കഴിയാത്ത സാഹചര്യമാണ്. ഇവരെ സഹായിക്കുന്നതിനായി കുന്നംകുളം MLA AC മൊയ്തീൻ, ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് എന്നിവർ രക്ഷാധികാരികളായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം ഒരു കുട്ടിക്ക് മജ്ജ മാറ്റിവെക്കാൻ വേണ്ടി 60 ലക്ഷം രൂപയാണ് ആവശ്യമുള്ളത്. അങ്ങനെ 1,20 ലക്ഷം രൂപ 2 കുട്ടികൾക്ക് വേണ്ടി നമുക്ക് ആവശ്യമുണ്ട്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ അവനികയ്ക്കാണ് ഏറ്റവും ആദ്യം മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തേണ്ടത്. ചെന്നൈയിലുള്ള അപ്പോളോ ഹോസ്പിറ്റലിലാണ് നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ധനസമാഹരണത്തിനായി ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് കുന്നംകുളം ബ്രാഞ്ചിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ കുരുന്നുകളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ കഴിയുന്ന സഹായങ്ങൾ അക്കൗണ്ട് വഴി നൽകാവുന്നതാണ്. TCV ന്യൂസ്, എരുമപ്പെട്ടി. ചെമ്മന്തിട്ട കളിയെടുത്ത് മനോജ് സുധ ദമ്പതികളുടെ മക്കളായ അവനിക, ആയുഷ് എന്നിവരുടെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വരവൂർ ശങ്കരത്ത് വേണുഗോപാൽ 50,000 രൂപ സഹായം നൽകി. മാധ്യമ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് വേണുഗോപാൽ സഹായവുമായി എത്തിയത്. ചികിത്സാ സഹായ സമിതി കൺവീനർ A സജിയുടെ സാന്നിധ്യത്തിൽ കുട്ടികളുടെ മാതാവ് സുധ ഫണ്ട് ഏറ്റുവാങ്ങി. നേരിൽ വന്ന് കണ്ടിട്ട് എന്താണ് വിവരങ്ങളെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പ്രധാന ഇത്. നമ്മുടെ ഉദ്ദേശം ഞാൻ പറഞ്ഞതുപോലെ, അതായത് പാവപ്പെട്ട കുടുംബങ്ങളിലെ ഗുരുതരമായ രോഗങ്ങൾ അനുഭവിക്കുന്നവരുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി എന്താ സഹായം ചെയ്യാൻ പറ്റുക നോക്കുക. അതുപോലെ തന്നെ പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്, ഇത് രണ്ടുമാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം. ഞാൻ ഇതെല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നു, അതായത് നടത്തുന്നു എന്നുള്ളതല്ലാതെ ഇതിൻ്റെ ഫിനാൻസ് എല്ലാം തരുന്നത് എൻ്റെ മകൻ മധുമേനോനാണ്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് നമുക്ക് വളരെ സന്തോഷമുണ്ട്. കൂടുതൽ സന്തോഷം ഉണ്ടാവും നമ്മൾ ചിലവാക്കുന്ന പൈസയ്ക്ക് ദൈവം അനുഗ്രഹിച്ച് ആ കുട്ടികളുടെ അസുഖമൊക്കെ മാറ്റി തന്നാൽ നമുക്ക് കൂടുതൽ സന്തോഷം. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. LIC ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITU തൃശൂർ ഡിവിഷൻ സമ്മേളനം കൂർക്കഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു. സംഘടനാ ജനറൽ സെക്രട്ടറി ഡോക്ടർ PG ദിലീപ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ CITU ഡിവിഷൻ പ്രസിഡന്റ് V പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ പ്രസിഡന്റ് UP ജോസഫ്, T സുധാകരൻ, KR മോഹൻദാസ്, വത്സൻ മാളിയേക്കൽ, MK മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ആധുനിക സൗകര്യങ്ങളുമായി കുഴൂർ പഞ്ചായത്തിൽ മാലിന്യ സംഭരണ കേന്ദ്രമൊരുക്കി 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. 10,591 ചതുരശ്രയടി വിസ്തീർണത്തിലുള്ള കെട്ടിടമാണ് MCF-നായി നിർമ്മിച്ചിട്ടുള്ളത്. ഹരിതകർമ്മസേന വാതിൽപ്പടി സേവനത്തിലൂടെ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ളവ ശേഖരിക്കുന്നതിനും തരംതിരിച്ച് സൂക്ഷിക്കുന്നതിനും സൗകര്യമുണ്ട്. പ്ലാസ്റ്റിക് വസ്തുക്കൾ ബെയിലിംഗ് യന്ത്രം ഉപയോഗിച്ച് ഒതുക്കി സൂക്ഷിക്കാനും കഴിയും. പഞ്ചായത്തിലെ 14 വാർഡുകളിലേക്കായി 23 ഹരിതകർമ്മസേന അംഗങ്ങളാണുള്ളത്. ഇവർക്ക് കുറഞ്ഞത് 10,000 രൂപയുടെ വരുമാനമാണുള്ളത്. ചില സ്ഥലങ്ങളിൽ MCF ഒരുക്കിയിട്ടുള്ളത് സൗകര്യങ്ങളില്ലാതെയാണെന്ന പരാതികൾ ഉണ്ടായതിനാൽ കുഴൂരിൽ കൂടുതൽ ശ്രദ്ധയോടെയാണ് പദ്ധതി തയ്യാറാക്കിയതെന്ന് കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ പറഞ്ഞു. നമ്മൾ 3 ഘട്ടമായിട്ടാണ് ഇത്തരത്തിലുള്ള പണി തീർത്തിട്ടുള്ളത്. 90 ലക്ഷം രൂപയോളാണ് നമ്മൾ MCF-ൻ്റെ കാര്യങ്ങൾക്ക്, പഞ്ചായത്തിൻ്റെ ശുദ്ധീകരണ ഈ ഇത്തരത്തിലുള്ള പ്ലാന്റ് അടക്കമുള്ള എല്ലാ ഫെസിലിറ്റിയോടും കൂടിയിട്ട് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അതുമാതിരി തന്നെ വാഹനമുണ്ട് 2 എണ്ണം. പിന്നെ നമുക്ക് മുകളിലും അപ്പുറത്തും മുകളിൽ ഷീറ്റ് ഇട്ടെടുത്ത് ടൈലൊക്കെ ഇട്ട് നല്ല സൗകര്യമായിട്ട് വൃത്തിയായിട്ട് എടുക്കാവുന്ന രീതിയിൽ നമ്മൾ ചെയ്തപ്പോൾ
ജോലി ചെയ്യാൻ മാത്രമല്ല വിശ്രമിക്കാനും വിശാലമായ ഇടമാണ് കുഴൂരിലെ MCFിലുള്ളത്. നിർമ്മാണം പൂർത്തിയാക്കിയ MCF അടുത്ത ദിവസം ഔദ്യോഗികമായി തുറന്നുകൊടുക്കും. TCV മാള. ഓൺലൈൻ ട്രേഡിംഗിന്റെ പേരിൽ 10 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശി പനയിൽ വീട്ടിൽ നസീബിനെയാണ് അന്വേഷണ സംഘം എറണാകുളം കുമ്പളങ്ങിയിൽ നിന്ന് പിടികൂടിയത്. ഇരിങ്ങാലക്കുട കാരുകുളങ്ങര സ്വദേശി കൊളക്കാട്ടിൽ വീട്ടിൽ രാകേഷാണ് തട്ടിപ്പിനിരയായത്. ട്രേഡിംഗ് സൈറ്റിൽ 15 ലക്ഷം രൂപ ബാലൻസ് ഉള്ളതായി കാണിച്ചെങ്കിലും ഈ പണം പിൻവലിക്കാൻ ശ്രമിച്ചപ്പോൾ കഴിഞ്ഞില്ല. ഇക്കാര്യം ടെലഗ്രാം വഴി അറിയിച്ചപ്പോൾ പണം പിൻവലിക്കാൻ ടാക്സ് ഇനത്തിൽ 6 ലക്ഷം രൂപ കൂടി ആവശ്യപ്പെട്ടതോടെയാണ് തട്ടിപ്പാണെന്ന് രാകേഷിന് മനസ്സിലായത്. ഇനി വാണിജ്യം. ബുധനാഴ്ച നറുക്കെടുത്ത കേരള സംസ്ഥാന ഭാഗ്യക്കാരുടെ ഒന്നാം സമ്മാനമായ 1 കോടി രൂപ തൃശൂർ വടക്കേ സ്റ്റാൻഡിന് സമീപം പ്രവർത്തനം ആരംഭിച്ച ശ്രീ യദുകൃഷ്ണ ലോട്ടറീസിൽ വിറ്റ ടിക്കറ്റിന് ലഭിച്ചു. യദുകൃഷ്ണ ലോട്ടറീസിന്റെ പുതിയ ശാഖയുടെ ഉദ്ഘാടന ദിവസം തന്നെയാണ് ഒന്നാം സമ്മാനം ലഭിച്ചത്. ബുധനാഴ്ചത്തെ ധനലക്ഷ്മി ലോട്ടറിയുടെ DC 389960 എന്ന നമ്പറിലാണ് ഒന്നാം സമ്മാനമായ 1 കോടി രൂപ ലഭിച്ചത്. തൃശൂർ കൊക്കാലയിൽ ചായക്കടയോടൊപ്പം ലോട്ടറി കച്ചവടം നടത്തുന്ന വടൂക്കര സ്വദേശി ലത്തീഫ് ശ്രീ യദുകൃഷ്ണ ലോട്ടറീസിൽ നിന്നും വാങ്ങി വിൽപ്പന നടത്തിയ ടിക്കറ്റിനാണ് സമ്മാനം. ബിനി ഹെറിറ്റേജിന് സമീപമുള്ള ബസ് സ്റ്റോപ്പിനോട് ചേർന്ന് പ്രവർത്തനം ആരംഭിച്ച 3ാമത് ശാഖയുടെ ഉദ്ഘാടന ദിവസം തന്നെയാണ് ഒന്നാം സമ്മാനം തേടിയെത്തിയത്. ശ്രീ യദുകൃഷ്ണ ലോട്ടറീസ് ഉടമ വലപ്പാട് കരയാമുട്ടം സ്വദേശി രാജേഷിന്റെ മാതാപിതാക്കളായ ലോഹിതാക്ഷനും അംബികയും ചേർന്ന് നിലവിളക്ക് കൊളുത്തി 3ാമത് ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പോസ്റ്റ് ഓഫീസ് റോഡിലും ദിവാൻജി മൂലയിലും ശ്രീ യദുകൃഷ്ണ ലോട്ടറീസ് പ്രവർത്തിച്ചു വരുന്നു. 14 ജില്ലകളിൽ നിന്നുള്ള ലോട്ടറി ടിക്കറ്റുകളും ഇവിടെ ലഭ്യമാണ്. 1 മാസത്തിനുള്ളിൽ യദുകൃഷ്ണ ലോട്ടറീസിൽ വിറ്റ ടിക്കറ്റിന് ഇത് 2ാം തവണയാണ് ഒന്നാം സമ്മാനമായ 1 കോടി രൂപ സമ്മാനം ലഭിക്കുന്നത്. എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള തിരുവോണം ബമ്പറിന്റെ ടിക്കറ്റ് വിൽപ്പനയും തകൃതിയായി നടക്കുന്നു. ഹോൾസെയിലായി ടിക്കറ്റ് ലഭിക്കാൻ ബന്ധപ്പെടേണ്ട നമ്പർ 0487242089. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 10,575 രൂപ, പവന് 84,600 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. ദേശീയപാത മുരിങ്ങൂരിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. പാലിയേക്കരയിലെ ടോൾ പിരിവ് പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ഹൈക്കോടതി വിധി നാളെ. മണ്ണുത്തി വടക്കുംചേരി ദേശീയപാതയുടെ നിലവിലെ അവസ്ഥ സംബന്ധിച്ച് സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ ജില്ലാ കളക്ടർക്ക് ഹൈക്കോടതി നിർദ്ദേശം. 16-കാരിയെ പീഡിപ്പിച്ച കേസിൽ വയോധികന് 63 വർഷം കഠിന തടവും 3,15,000 രൂപ പിഴയും ശിക്ഷ. പെങ്ങാമുക്ക് സ്വദേശി അബൂബക്കറിനെയാണ് കുന്നംകുളം അതിവേഗ പോക്സോ കോടതി ശിക്ഷിച്ചത്. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. അടുത്ത മാസം 28-ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കും. ആദ്യഘട്ടത്തിൽ പ്രവേശനം അനുവദിക്കുക 1 ദിവസം 500 പേർക്ക്. മലക്കപ്പാറയിൽ വീണ്ടും കബാലി റോഡിലിറങ്ങി വാഹന ഗതാഗതം തടസ്സപ്പെടുത്തി. മരം റോഡിൽ മറിച്ചിട്ടാണ് 2 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുത്തിയത്. CPM നേതാവ് KJ ഷൈനെതിരെയുള്ള അപവാദ പ്രചരണം. ചാവക്കാട് നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർ KV സത്താറിനെതിരെ പോലീസ് കേസെടുത്തു. അഴീക്കോട് അനധികൃത മത്സ്യബന്ധനം നടത്തിയ 7 വള്ളങ്ങൾ പിടികൂടി. കളർ കോഡിംഗ് ഇല്ലാതെ കടലിലിറങ്ങിയ വള്ളങ്ങളാണ് പിടികൂടിയത്. കാണിപ്പയ്യൂരിൽ മദ്യലഹരിയിൽ ഓടിച്ച കാറിടിച്ച അപകടം. കാറിൽ നിന്ന് മദ്യക്കുപ്പികളും പാൻ മസാലയും കണ്ടെടുത്തു. കയ്പമംഗലം 3 പീടികയിൽ ഓടിക്കൊണ്ടിരുന്ന പിക്കപ്പ് വാനിന്റെ ടയർ ഊരിത്തെറിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.